ഈ രണ്ട് ബാണങ്ങളാണ് ഇത് രണ്ടും ചെയ്തത്. അവന്മാരെ മുഖം കണ്ടോ, ജനിച്ചപ്പോഴേ ക്രിമിനൽ ആയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അവന്മാരൊന്ന് ഒറ്റയാണത്തിന് വെറുതെ വിടായിരുന്നു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ബാറിൽ വെള്ളമടിച്ച് രണ്ട് യുവാക്കള് ഒരുത്തനെ പട്ടിയെ പോലെ ഇട്ടാണ് നട റോട്ടിൽ കൊന്നത്. പട്ടിയെ പോലെ, ചോദിക്കാൻ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. ആ ബാറിലെ ജീവനക്കാർ ഇതിനെ വീഡിയോ എടുക്കുകയല്ലാതെ ഒരെണ്ണം പ്രതികരിച്ചില്ല. ഇതിലൊരു കാര്യം നോക്കണം, അച്ചു എന്ന് പറയുന്നവന് 24 വയസ്സും അനന്തു എന്ന് പറയുന്നതിന് 19 വയസ്സുമാണ്. ഇവന്മാര് രണ്ടും കൂടിയാണ് സുമൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കൊന്നത്. ആ വീഡിയോ നിങ്ങൾ കാണണം. പട്ടി അടിക്കും പോലെയാണ് അടിച്ചത്. ഈ നാട്ടിലെ നിയമത്തിനെയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരുത്തിനെയോ പുല്ലുവില പോലും ഇല്ലാത്ത കുറെ വാണങ്ങള് വളരെ ക്രൂരമായിട്ടാണ് ആ വ്യക്തിയെ ഉപദ്രവിക്കുകയും അടിച്ചു കൊല്ലുകയും ചെയ്തത്. വെള്ളം അടിച്ച ഇവന്റെയൊക്കെ വിചാരം ഇവനൊക്കെ വലിയ ഒരു സംഭവമാണെന്നാണ്. രണ്ടെണ്ണത്തിനെയും പോലീസ് നോക്കി, സ്കൂട്ടർ നോക്കി കണ്ടുപിടിച്ച്, സ്കൂട്ടറിന്റെ നമ്പർ നോക്കി കണ്ടുപിടിച്ച് പോലീസ് നോക്കി. എടാ, നീയൊക്കെ ഇനി ജീവിതകാലത്ത് ഒരിക്കലും പുറത്തിറങ്ങാൻ പോകുന്നില്ല. നിന്റെ ജീവിതം ഇതോടെ തീർന്നു. ആ 19 വയസ്സുകാരനെയും ഈ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടരുത്. ഈ രണ്ടെണ്ണത്തിന് വെറുതെ വിത്ത് ദൃസാക്ഷികളും വിത്ത് തെളിവോടുകൂടിയാണ് ഇവനെയൊക്കെ പൊക്കിയത്. ഇവനെ ഒന്നും ജീവിക്കാൻ ഇനി വിടരുത് എന്നാണ് എന്റെ അഭിപ്രായം. വെള്ളം അടിച്ചു എന്ന പേരിൽ പല കോപ്രായങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആരെയും എന്തും ചെയ്യാന്നുള്ള ഈ ഒരു തോന്നിയാസം നീയൊക്കെ 5 മിനിറ്റ് ആ വെള്ളത്തിന്റെ പുറത്ത് കാണിക്കുന്നത് നീയൊക്കെ ലൈഫ് ലോങ് ജീവിതത്തിൽ നീ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനത്തെ രീതിയിലായിരിക്കും പിന്നെ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. അവനെ അടിച്ചു കൊല്ലുന്നത് കാണണം. പിന്നെ ചുറ്റും നിന്നവന്മാര് അയ്യോ, ഒരുത്തം പോലും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇത്രയും പേര് നോക്കി നിൽക്കുകയാണ് ഇവന്മാർ ഇതൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് കൂടെ ഒന്ന് ഓർക്കണം. കണ്ണീ കണ്ട സാമാനങ്ങളൊക്കെ വാങ്ങിച്ച് വൈക്കുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുത്തനും പേടിയില്ലാത്ത രീതിയിൽ എത്രയോ പ്രശ്നങ്ങൾ ഇതേപോലെ നടന്നു. ഒരുത്തനെ പട്ടിയെ പോലെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുക്കനെ അടിച്ചു കൊന്നു. അവന്മാരെയൊക്കെ പൊടി പോലും ഇല്ല. ഇപ്പൊ നീയൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ മാസാണ്, തേങ്ങയാണ്, കോപ്പാണെന്ന്. പക്ഷെ നീ ഉൾപ്പെടെ, നിന്റെ കുടുംബം ഉൾപ്പെടെ നശിക്കുന്ന പ്രവർത്തികളാണ് നീയൊക്കെ ചെയ്യുന്നത്. ഇവരെയൊക്കെ ഇനി പിടിച്ചകത്തിട്ട് തിന്നു കൊഴുപ്പിച്ച് ഒരു 10-20 വർഷം കഴിഞ്ഞ് വീണ്ടും വിടും, അടുത്ത ഏവനെങ്കിലും കൊല്ലാൻ വേണ്ടി. ഇവന്റെയൊക്കെ ജീവിതം തീർന്നു വെച്ചാൽ ഇനി ഇവനൊന്നും രക്ഷയില്ല. ഇനി പുറത്തൊരു നല്ലൊരു സ്ഥലത്ത് പോവാനോ നല്ലൊരു ജോലി കിട്ടാനോ ഒന്നിനും ഇനി ഇവനൊന്നും ജീവിതത്തിൽ വരില്ല. ഇതൊക്കെയാണ് നിന്നെപ്പോലത്തെ വാണങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. എന്ത് ലാഘവത്തോടു കൂടിയാണെന്ന് അറിയാമോ ഇവന്മാരൊക്കെ ഒരുത്തനെ അടിക്കുന്നത്. ഇത് മാസാണ്. ഇവന്മാർ വീഡിയോ എടുക്കുന്നു. നാട്ടുകാർ ഇത്രയും പേര് നിന്നിട്ട് ഒരുത്തൻ ചോദിച്ചിരുന്നെങ്കിൽ ആ ചെറുക്കന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കടാ, ഒരുത്തിനെ കൊന്നു തള്ളിയിട്ട് അവൻ ചത്ത് കിടക്കുന്നു, അവൻ ബോധമല്ല കിടക്കുന്നു, അവനെ വീണ്ടും 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 ഇട്ട് ആക്രമിക്കുകയാണ്. മെന്റലാണ് ഇവന്മാരൊക്കെ മെന്റലാണ്. നമ്മുടെ നാട്ടിലെ നിയമത്തിനെയാണ് ഇവന്മാർ ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം നമ്മളെ ഒരു പുല്ലും ചെയ്യില്ല, പിടിച്ചാൽ കൂടിപ്പോയി അകത്തിട്ട് 3 നേരം നല്ല ആഹാരം തന്ന് വളർത്തും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവനെ പോലത്തുള്ളവന്മാരെ ഇതുപോലെ ശിക്ഷിക്കണം. അല്ലെങ്കിൽ മിനിമം ഇവനെയൊക്കെ വധശിക്ഷയ്ക്കെങ്കിലും വിധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം.